എന്നിട്ട് വാതിലൊക്കെ അടച്ചു പൂട്ടി ഒരു പേപ്പറിൽ മുൻകൂട്ടി എഴുതി വെക്കും, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊക്കെ വായിച്ച് നല്ല അച്ചടി ഭാഷയിലുണ്ട് കസർത്തി റെക്കോർഡ് ചെയ്തിട്ട് ഒരു 10-15 വീഡിയോ കൊണ്ട് അപ്ലോഡും ചെയ്ത്. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് പ്രചരണം തന്നെയായിരുന്നു. കാരണം വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും, പിന്നെ കോൺടാക്ട്സിലുള്ള അറിയുന്നവരോടൊക്കെ പറഞ്ഞ് ഒരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എന്നിട്ടും നമ്മളെ ഫാമിലിയിൽ പലരും, നമുക്ക് വേണ്ടപ്പെട്ട പലരും ഇന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. എന്തായാലും അവരന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നത് അവരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം പെട്ടെന്ന് തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു അംഗീകാരം കിട്ടി. ഈ ഇട്ട വീഡിയോസിന് കംപ്ലീറ്റ് കോപ്പിറൈറ്റ്, കാരണം അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ കുറച്ച് വിഷമത്തോടെ തന്നെ അതിലത്തെ കംപ്ലീറ്റ് വീഡിയോസ് ഡിലീറ്റ് ആക്കി. അങ്ങനെ യൂട്യൂബ് ചാനൽ എന്നുള്ള ആഗ്രഹം അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളെപ്പോലത്തെ നല്ല മനസ്സുള്ളവരെ ലൈക്കും കമൻറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനും ലൈക്കും കമൻറ്റ് ചെയ്യണം.